ഹലോ ഗൈസ്, വെൽക്കം ടു വൈപ്പ് വിത്ത് ഷെയ്ഖ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ഇട്ടേക്കാണ് ഗൈസ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ എറണാകുളത്തെ ജിമ്മിൽ എല്ലാവരുമായിട്ടാണ് പോകുന്നത്. കാര്യം പറയാമല്ലോ ഗൈസ്, രാവിലെ തന്നെ ഈ ഷൊട്ടയുടെ കൂടെ ഞാൻ ചിക്കനെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നു. ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നു. എന്നിട്ടിതാ അവിടെ പോയി ചിക്കൻ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ഈ മാക്കാൻ പറയാ ചിക്കൻ 2 kg ഇത്രയും രൂപയാണെന്ന്. പൈസ കേട്ടിട്ട് അന്തം വിട്ടു ഗൈസ്. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ഗൈസ്. അടുത്ത ഇതിക്കുന്ന കോഴികളെ അയ്യോ ഇത് ചെയ്യല്ലേ. ഈ മാക്കാൻ എല്ലാത്തിനെയും കൊല്ലുകയാണ് ഗൈസ്. അപ്പോഴാണ് ഒരു ഫുണ്ട മീന് വന്നത്. മീനല്ല, അതൊരു അണ്ണാനല്ലല്ലോ. ഇത് എന്താ സാധനം? ഇത് ഞണ്ടാണ് ഗൈസ്. ഞണ്ട് കടിക്കില്ലേടാ എടുക്കില്ലേടാ പട്ടിന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് പോയി ഗൈസ് അതിനെ. പാവം ഞണ്ട്. ഇപ്പൊ ഈ കോഴി തൂക്കുന്നത് വേറൊരു കോഴിയാണ് ഗൈസ്. വീഡിയോ കണ്ടിട്ട് മാമനോടൊന്നും തോന്നല്ലേ മക്കളെ. അങ്ങനെ നമ്മള് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു വീട്ടിലോട്ട് പോകുന്നു. അങ്ങനെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. അങ്ങനെ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ പൊരിഞ്ഞ വെയിലായെന്ന്. ഞാൻ എങ്ങനെയും വീടെത്തിയാ മതി എന്ന് പറഞ്ഞായിരുന്നു. സൺസ്ക്രീന് മുറ്റിട്ടില്ലായിരുന്നു ഗൈസ്. അങ്ങനെ ഇതാ വീടെത്തിയിരിക്കുന്നു. കുളമുണ്ടോ? ഞാൻ വിചാരിച്ചു ഇവൻ കുളത്തിൽ കൊണ്ടുപോയി തള്ളിയിടും. ഇവനക്കൊരു അന്തവും കുന്തവും ഇല്ലാത്തവനാണ് ഇവൻ. ഗൈസ്, ഇവിടെ ഒരു വൈബ് തന്നെ ഗൈസ്. കണ്ടില്ലേ, ചെടിയും മരവും മണ്ണാനും പേപ്പറ്റിയും എല്ലാം ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സാധനം അങ്ങെടുത്തു. അങ്ങ് കഴുകി എനിക്ക് അറപ്പായതുകൊണ്ട് അവനെ കൊണ്ട് കഴിപ്പിച്ച് ഗൈസ്. തിന്നാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റൂ, വേറൊന്നിനും പറ്റൂട്ടേ. ഹായ്. അങ്ങനെ അവൻ കഴുകുന്ന സമയത്ത് 2-3 കണ്ട്രാക്കം കടിച്ചപ്പോഴത്തേക്ക് എന്ത് സമാധാനം ഗൈസ്, എന്ത് സമാധാനം. കഴിവിട അങ്ങോട്ട് നേരെ. അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ പുരട്ടി ഗൈസ്. നന്നായിട്ട് ഉപ്പും മാഗ്നറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച സമയത്താണ് കൈമുറിഞ്ഞരാ ഭാഗ്യം. അതും അവൻ തന്നെ അവങ്ങ് തടവ ഗൈസ്. ഇവന് തടവി നല്ല പരിചയം തോന്നുന്നുണ്ട്. അവനിക്ക് അങ്ങൊന്നും വെത്താത്ത ഷോട്ട് വിട്ട് നിൽക്ക പന്നി. തടവിക്ക് അങ്ങനെ നമ്മുടെ മാഗ്നറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനൊക്കെ റെഡിയായി ഗായ്സ്. അപ്പോഴേക്ക് ഈ ഷോട്ട് റെഡിയായി ഗായ്സ്. അവന് മാത്രം എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനോ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടോ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ. സെലിബ്രിറ്റി അല്ലേ. ഇതാണ് ഗായ്സ് എൻ്റെ കോലം. എൻ്റെ മുടി കണ്ടിട്ട് ആരും പേടിക്കണ്ട. എൻ്റെ സ്പ്രിങ് പോലെ കിടക്കുന്ന മുടിയാണ് ഗായ്സ്. ജന്മന ഇങ്ങനെ. ഇതാണ് കൂട്ടത്തിലെ മെയിൻ ഷൊട്ടച്ചി. ഇവളാണ് ഷൊട്ട. വിളിക്കാതെ വന്ന് തിന്ന കർലി. അങ്ങനെ ജിമ്മിലെ ബുദ്ധിയില്ലാത്ത എല്ലാവരും വീട്ടിൽ വന്നു ഗായ്സ്. എന്താ ചെയ്യുക? പച്ച ഷർട്ടിട്ട ചെക്കൻ കണ്ടോ? അവൻ പറയിപ്പിച്ചാണ് അവനാണ് ചിക്കൻ്റെ പൈസ തന്നതെന്ന്. അതാണ് നിതിൻ ഗായ്സ്. അതാണ് ബർത്ത്ഡേ ബോയ്. അങ്ങനെ നമ്മൾ റെഡിയായി സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അജിത്ത് ചേട്ടൻ അവിടെ എല്ലാം കൊണ്ടുവച്ചു. ഞാനൊരു പണിയെടുക്കില്ല ഗായ്സ്, എനിക്ക് തിന്നാൻ മാത്രമേ അറിയൂ. ഷൊട്ട. അങ്ങനെ നിതിനറിയാണ്ട് അവനിക്കുള്ള കേക്ക് നമ്മൾ വാങ്ങി ഗായ്സ്. പക്ഷേ എന്ത് ചെയ്യാൻ, കൂട്ടത്തിൽ ഒരു ഷൊട്ട എടാ നിനക്ക് ഏത് ഫ്ലേവറാ വേണ്ടതെന്ന് വിളിച്ച് ചോദിച്ച് ആ പ്ലാനും അങ്ങനെ കുളമായി ഗായ്സ്. ആ ഷോട്ട് വേറെ ആരും വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. അങ്ങനെ കാറുതിക്കിട്ടു. പോണ വഴിക്ക് പള്ളിപ്പെരുന്നാളാണ് ഗൈസ്. സൂപ്പർ, ഇനി പോവാം നമുക്ക്. അങ്ങനെ അവളെ വായി നിൽക്കുന്നതും എനിക്ക് കേട്ടപ്പോൾ എന്ത് സമാധാനം. കൊള്ളാം. അങ്ങനെ നമ്മുടെ ഈ ലൈറ്റൊക്കെ കണ്ടു പോയി ഗൈസ്. ആ ബേക്കില് ഇതാണ് ആ പ്ലാൻ പൊളിച്ച ഷൊട്ടകൾ 2 അങ്ങനെ പോവാൻ റെഡിയായി നിൽക്കുകയാണ്. എനിക്ക് സംസാരിച്ച് തളർന്ന് ഗൈസ്. അങ്ങനെ നമ്മളെ റിസോർട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. റിസോർട്ടല്ല, ഇതൊരു ഹോം സ്റ്റേ പോലെയാണ്. പക്ഷേ അത്യാവശ്യം അടിപൊളി വൈബായിരുന്നു ഗൈസ്. ഇവിടുത്തെ റൂംസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ബാക്കി വീഡിയോസ് വരുന്നുണ്ട് ബാക്കില്. അങ്ങനെ വീട്ടിനകത്ത് കയറാൻ പോയ നമ്മൾ കാറ് അകത്തിട്ടിട്ട് വീണ്ടും പുറത്തു വന്നു. തുറന്നു. നമ്മൾ ഉദ്ഘാടനം ചെയ്തു ഗൈസ്. വാവ്. പറയാലോ ഗൈസ്, ഇവളെന്ത് തേങ്ങയാ കാണിക്കുന്നത്.
ഇവക്ക് തലയിൽ കളിമണ്ണാണ് ഗൈസ്. അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ മൂട്ടി ഗൈസ്. കല്ലൊക്കെ മൂട്ടി ഭയങ്കര കഷ്ടപ്പെട്ട സെറ്റ് ഞാനല്ല, അവരാണ് ഗൈസ്. എനിക്ക് തിന്നാൻ മാത്രമല്ലേ അറിയുള്ളൂ ഗൈസ്. അങ്ങനെ ഇത് അത്യാവശ്യം എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ബാക്കിലൊരു നല്ലൊരു പുഴ ഉണ്ട് ഗൈസ്. അതിൻ്റെ വീവൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളിത് പോയിക്കാണ് പുറത്ത് ചാടി കേരളത്തിന്. ഉമ്മാർക്കൊന്നും ഒന്നും അറിയില്ല. ഇതാ പറഞ്ഞ് ജിമ്മുള്ളവർക്ക് ബുദ്ധിയില്ല. കണ്ടു ഗായ്സ്, ഇവിടെയൊക്കെ കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. പക്ഷേ കൊള്ളാം, വൈബുണ്ട് ഗായ്സ്. ആ അങ്ങനെ ചേട്ടൻ ഇരിക്കണം നോക്കിയേ. അയ്യോ അയ്യോ. അങ്ങനെ ഗായ്സ് നമ്മൾ കത്തിച്ചിട്ട് ഞാൻ നൈസായിട്ട് ഞാനാണ് ഗൈസ്. കണ്ട ഗൈസ്, ഞാൻ പട്ടി പണിയെടുക്കുകയാണ് ഗൈസ്. എന്ത് ചേട്ടാ രാജാവിന് വെഞ്ചാമരം വെച്ച് വീശണ? ഇല്ലടി, നിന്റെ അമ്മൂമ്മയുടെ നായർക്ക് ഞാൻ വീശിക്കൊടുക്ക. കണ്ട്രാ കടിക്കാൻ വന്നേക്ക വെഞ്ചാമരഫുണ്ട. ഒന്ന് പോയേടി, നിന്നെ ഞാൻ തുപ്പും, കീറിയും. എന്താ പറയുക ഗൈസ്, ഇങ്ങനെയും കുറേ ബുദ്ധിയില്ലാത്ത വർഗങ്ങൾ. ദൈവമേ, ഇവരുടെ കൂടെ ആണല്ലോ ഞാൻ. ഇതാണ് വെഞ്ചാമരഫുണ്ട, കണ്ടോ? ഇവളിപ്പോ ആർക്ക് വീശണ? രാജാവിന് വെഞ്ചാമരം വെച്ച് വീശാണോ? എന്നെ പറഞ്ഞല്ലോ ഇവള്. ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പോഴാണ് ഗായ്സ് എനിക്ക് ദൃഷ്ടി വന്നത്. ഞാൻ അവിടെ ഇരുന്ന് തപസ് ചെയ്യുകയാണ്. തിന്നാൻ സമയമാകുമ്പോൾ ഇവർ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്ത് കഴിച്ച് ഗായ്സ്. വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, മാമനോട് ക്ഷമിക്കണേ മക്കളെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും വീട്ടിനകത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ അടുത്തതായി കേക്ക് മുറിയാണ്. ഞാൻ കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറുണ്ട് ഗായ്സ്. വാരി വിതറുണ്ട് ഗായ്സ്. അങ്ങനെ നേരത്തെ പൊളിഞ്ഞു പോയ സർപ്രൈസുമായിട്ട് നമ്മൾ ബർത്ത്ഡേ കേക്ക് കാണിച്ചു ഒന്നുകൂടെ സർപ്രൈസ് ആക്കിയിരിക്കുകയാണ് ഗായ്സ്. മന്ദബുദ്ധികൾ നേരത്തെ പൊളിച്ചു. ബർത്ത്ഡേ ചീർസ് നിതിൻ എന്നാണ് കേക്കിൽ എഴുതിയിരുന്ന ഗായ്സ്. എന്തായാലും കൊള്ളാം. അങ്ങനെ നമ്മൾ എല്ലാം നേരെയാക്കി വെച്ചു. കേക്ക് മുറിക്കാൻ പോവാണ് ഗൈസ്. നിതിന്റെ അപ്പിയുടെ ബർത്ത്ഡേ. കൊള്ളാം. അപ്പൊ ഇത് വലത്തോട്ട് നിൽക്കുന്നത് ഊജീനും ഇടത്തോട്ട് നിൽക്കുന്നത് ആദ്രയുമാണ് ഗൈസ്. അപ്പൊ അതാ ഞാനിവിടെ ഫോണ് വെച്ചു. നമ്മൾ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം സെറ്റാക്കുകയാണ് ഗൈസ്. പക്ഷേ ജിത്ത് ചേട്ടൻ അങ്ങും എത്താത്ത ട്രൗസറും വിട്ട് കുണ്ടിയും കാണിച്ച് നിൽക്കുന്നുണ്ട് ഗൈസ്. തനിക്കൊരു ജട്ടിയിട്ടോടേണോ? അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ വൈബെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്തത് ഒരു കളിയിലോട്ട് കടന്നു ഗൈസ്. നൈറ്റ് 12 മണിയായപ്പോഴത്തേക്ക് നമ്മൾ യൂനോ സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്. ഇവളുമാർക്കാണെങ്കിൽ യൂനോ അറിയത്തില്ല. അപ്പം ഞാൻ പിന്നെ പറ്റിക്കാന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ യുജിൻ അമീഷയ്ക്ക് ഒരു പണി സമ്മാനം കൊടുത്തു ഗൈസ്. അങ്ങനെ രാവിലെ ആയിരിക്കുകയാണ് ഗൈസ്. രാത്രിത്തെ വേറെ ഒരുപാട് വൈബുണ്ടായിരുന്നു, ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്നലത്തെ ചിക്കനൊക്കെ എളുപ്പമുണ്ട്, അതൊക്കെ ചൂടാക്കി അവൻ്റെ അണ്ണാക്കി വെച്ചു കൊടുക്കാനാണ് നമ്മുടെ പ്ലാൻ. ഇന്നലെ എവിടെയാണ് യൂനോ കളിച്ചത് ഗൈസ്. യൂനോ കളിച്ച് കുറേ പേര് അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു. ഇവളെന്താ? ഓക്കെ, അവളാണോ? ഇതൊരു റൂമാണ്. ഇത് പിന്നെ ഇപ്പുറത്തെ ഒരു റൂമുണ്ട്, അപ്പുറത്തെ ഒരു റൂമുണ്ട്. അത്യാവശ്യം എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കിടന്ന്. അപ്പോഴാണ് ഗായ് ഹൊയ്യ കാര്യം നടക്കുന്ന ഗേസ്. അയ്യോ പാവം, വെട്ടിയിട്ട ശവം പോലെ കിടക്കണ കണ്ട ഗായ്സ്. അയ്യോ പാവം അമീഷയ്ക്ക് പണി കൊടുത്തതാണ്. ഇത് കണ്ടിട്ട് ഇന്നലത്തെ ചിക്കന് പകരം ഇവളെ ഗ്രില്ല് ചെയ്താൽ മതിയെന്ന് തോന്നിപ്പോയി ഗായ്സ്. ഉടലിട നിക്കടാ നാറി, നിനക്ക് നാണം ഉണ്ടോടാ? നിന്നെ ഞാൻ തുപ്പും. കയറി നിക്കടാ. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടൂടാ നാറി. പാവം മിഷ ഗായ്സ്. ഇവളെന്താ ഇങ്ങനെ ഓടുന്നത്? PT ഉഷയാണ് ഇവള്. നിക്കടാ നാറി. അവള് പോയി ഗായ്സ്. പാവം അമീഷ. അങ്ങനെ രാവിലെ ജസ്ലിയുടെ പുട്ടും ബീഫും. എൻ്റെ മോനെ എന്നാ ടേസ്റ്റാ. പുട്ട്, ഇത് പുട്ട് കണ്ടോ ഗായ്സ്? പുട്ട് വെള്ള പുട്ടാണ് ഗായ്സ്.
അരിപ്പുട്ട്, മണിപ്പുട്ട്, ചെറുപുട്ട്. ഇത് ബീഫ് കറി. എല്ലാരും കഴിച്ചു. കഴിക്കുന്നിടയ്ക്ക് ഫോൺ നോക്കട്ടെ, ഇടി നാറി ഇക്കടെ ഇവിടെ. അടുത്തതായി നമ്മുടെ ചെറുക്കൻ്റെ വീട്ടുകാരുടെ വക ലോൾ കൊണ്ട് പറിക്കൽ. ഗായ്സ്, ഈ പഴത്തെ കണ്ടിട്ടുണ്ടോ? ആ പഴമല്ല ഗായ്സ്, ഈ തൂങ്ങി കിടക്കുന്ന പഴത്തെ കണ്ടിട്ടുണ്ടോ ഗായ്സ്? നോക്കൂ ഗായ്സ്. അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പഴം പറിക്കുന്നത്. ഇന്നലെ താഴന്നിക്കറി ജിത്തുട്ടി ചേട്ടൻ ഇതുവരെ മാറ്റില്ല ഗായ്സ്. പെമ്പിള്ളേരെ കുണ്ടി കാട്ടി മയക്കാൻ വേണ്ടിയിട്ട് നടക്കുക കള്ളാൻ. ഒരു സത്യം പറയട്ടെ ഗായ്സ്, കൂട്ടത്തിലെ മെയിൻ കോഴിയാണ് ഗായ്സ് ജിത്തുചേട്ടൻ. അങ്ങനെ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും നിരാശപ്പെട്ട് അവിടെ ഇരിക്കുന്നു, രണ്ടുപേരും നിരാശപ്പെട്ട് ഇവിടെ ഇരിക്കുന്നു ഗായ്സ്. എന്തെന്നറിയില്ല, ആകെ ഒരു മോഹത എന്നിടത്തേൻ്റെ ആവും. അടുത്തത് യുജിൻ്റെ ഒരു ഐഡിയ തോന്നിയിട്ട് നമ്മൾ നേരെ തൂക്കിയിട്ട പാലത്ത്, അതായത് തൂക്കുപാലത്ത് പോകാൻ പ്ലാൻ ചെയ്ത് ഗൈസ്. അങ്ങനെ പ്ലാൻ ചെയ്ത പോലെ തൂക്കുപാലത്ത് പോകാൻ വേണ്ടിയിട്ട് യുജിൻ കാറൊക്കെ ക്ലീനാക്കാൻ നമ്മൾ 2 കാറിലാണ് വന്നത്. ഒന്നേല് ഷൊട്ട ചിക്കനും ഒന്നേല് ഷൊട്ടന്മാരുമാണ് ഗൈസ് രണ്ടിലും. അങ്ങനെ ഞാൻ എൻ്റെ പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. നോക്കിയേ, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. കൊള്ളാം. അതെ, നമ്മൾ പോണ വഴിക്ക് ഇവിടുത്തെ കണ്ണാടിയൊക്കെ വെച്ച് മദാമ പോലെ ഇരിക്കേണ്ട ഗൈസ്. അങ്ങനെ നമ്മൾ തൂക്കുപാലം എത്തി ഗൈസ്. നിനക്കിനിപ്പോൾ തൂക്കിയിട്ടേക്കുന്ന പാലം കൂടെ കാണിച്ചു തരാം, അതിൻ്റെ കുറവ് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാറൊക്കെ ഒതുക്കി കാറിൽ നിന്ന് എല്ലാവരും ഇറങ്ങി അങ്ങനെ നടക്കുകയായിരുന്നു. ഇവിടുത്തെ സീനറി എന്ന് പറയാം, എൻ്റെ മോനെ സൂപ്പർ സീനറി. കാണാനും കണ്ണിന് കുളിർമയും നെഞ്ചിന് കണ്ണിർമയും ഒക്കെ ഉള്ള സീനറിയാണ് ഗൈസ്. അങ്ങനെ ഇവർക്കതാ നടന്ന് പൊക്കോണ്ടിക്കാണ്. ഞാനും ബേക്കിക്കൊണ്ട് വ്ലോഗ് എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ സീനറിയൊക്കെ കണ്ട് ഇതൊക്കെ സ്ട്രേഞ്ചർ തിങ്സിലുണ്ടോ ഇതുപോലെ? നോക്ക് മോനെ നോക്ക്. അങ്ങനെ കൊള്ളാം ഗായ്സ്. അങ്ങനത്തെ ഇതെന്താ അങ്ങനെ ഗായ്സ് അവർ നടന്നു പോയി, ഞാൻ നടന്നു പോയി. നടന്ന് നമ്മൾ ലാസ്റ്റ് തൂക്കിയിട്ട പാലത്തിലെത്തും ഗായ്സ്. നോക്ക് ഗായ്സ്, എത്രയും നേരം നടന്നിട്ട് തെറ്റിയിട്ടാ. എടാ യുജിനെ, നീ നമ്മൾ എവിടോട്ടാ കൊണ്ടുപോണ? ഓടണ കണ്ടില്ലേ കള്ളൻ, നടന്നു മരിച്ച്. ഞാനാണെങ്കിൽ സൺസ്ക്രീം പോലും ഇട്ടില്ല ഗായ്സ്. താനടിച്ച് പണ്ടാരോടും. ഗേൾസൊക്കെ ഇനി എന്നെ എങ്ങനെ എൻ്റെ മുഖത്ത് നോക്കും. അങ്ങനത്തെ തൂക്കുപാലത്തിലെത്തി ഗായ്സ്. ഇതാണ് തൂക്കിയിട്ട പാലം. ഒന്നും പറയാനില്ല, ഒരു അടി മാറടി അങ്ങോട്ട്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ മോനെ. എന്നാ എക്സ്പീരിയൻസാ നോക്കിയേ. നമ്മൾ കാല് വെച്ച് നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ചെറിയ പേടിയൊക്കെ വന്ന് ഗായ്സ്. വീഴൂല. ഞാൻ പിടിച്ചൊക്കെ പോയി ഗായ്സ്. അങ്ങനെ താഴെ നോക്കിയപ്പോ അടിപൊളി സീനറിയും അടിപൊളി വെള്ളച്ചാട്ടമില്ല ഗായ്സ്, തെറ്റിപ്പോയി. വെള്ളം ഒഴുക്കും കണ്ട് ഗായ്സ്. ഇത് കുളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവർക്ക് എൻ്റെ മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനും കുളിച്ചില്ല. അതിൻ്റെ മൈൻഡ് ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറണ്ട. അങ്ങനെ ഞാൻ തൂക്കിയിട്ട പാലത്തിന്ന് ഇറങ്ങാൻ പോയി ഗായ്സ്. വയ്യ ഗായ്സ്, ഭയങ്കര വെയിൽ. ഇനി നിന്നാൽ ഞാൻ അൽഫാം ചിക്കൻ പോലെ കരിഞ്ഞു പോവും ഗായ്സ്. അങ്ങനെ ഞാൻ പതുക്കെ ഇറങ്ങിയ സമയത്ത് സൂക്ഷിച്ചിറങ്ങണം, ഇല്ലെങ്കിൽ കാല് വഴുതി കൊക്കെ വീഴും ഗായ്സ്. കൊക്കയല്ല, താഴെ വീഴും ഗായ്സ്. ഇവിടെ കൊക്ക ഉണ്ട് ഗായ്സ്, കുറച്ചപ്പുറത്ത് കൊക്കയാണ് ഗായ്സ്. പോണ വഴിക്ക് ഇവൾമാരെയൊക്കെ പിടിച്ച് തള്ളിയിടണം. മെയിനായിട്ട് കാട്ടുകോഴി ജിത്തി ചേട്ടനെയും തള്ളിയിടണം. എന്താ നോക്കിയേ. കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കട്ടെ ഗായ്സ്, വായിലെ വെള്ളം തീർന്നു. ഇനി നിങ്ങളിത് കണ്ടോ? ഇനി ഞാൻ എന്നെ തന്നെ കാണിച്ചു തരാം ഗായ്സ്. നോക്ക് ഗായ്സ്, എൻ്റെ ഫേസൊക്കെ നോക്ക് ഗായ്സ്. ടാനടിച്ച് പണ്ടാരടങ്ങി. അങ്ങനെ ഞാൻ നേരെ അമീഷയുടെ അടുത്ത് പോയി. അമീഷ നോക്കിയപ്പോൾ വെള്ളത്തിൽ ഇറങ്ങേണ്ട ഒരു ഇതിലോട്ട് പൊക്കോണ്ടിക്കാണ്. മീഷേ നിക്കടി, ഞാനും വരുന്നുണ്ട്. അപ്പം ഞാൻ കൈയൊക്കെ പിടിച്ചു കൊടുത്ത് ഗായ്സ്. പാവമല്ലേ വീഴല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഹെൽപ്പ് ചെയ്യാൻ നോക്കി. കൈ പിടിച്ചു കൊടുത്തപ്പോഴത്തേക്കും അവൾ എന്നെ തള്ളിയിടാൻ നോക്കി ഗായ്സ്. നോക്ക് ഗായ്സ്, ഞാൻ വീഴും ഗായ്സ്. അയ്യോ എടി, എന്താടി നീ കാണിക്കണേ? വീട്ടിട്ട് നിന്ന് കിനിക്കണ? പോട്ടെ. അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി ഗൈസ്. താഴെ ഇറങ്ങിയപ്പോതോ അവിടെ 3 കോഴികൾ, കാട്ടുകോഴികൾ നിന്ന് നോക്കുന്നു ഗൈസ്.
ഇവരിതാരെയാ നോക്കുന്നതെന്ന് ഒരു പിടിയില്ല. നോക്കൂ ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ താഴെ ഇറങ്ങി. ഉഫ്, ഇത് ഈ സീനറി ഒരു രക്ഷയില്ല എൻ്റെ മോനെ. ആ സീനറി അല്ല, ഈ സീനറി നോക്ക് ഗൈസ്. അടിപൊളി സീനറി. അങ്ങനെ സീനറിയൊക്കെ കണ്ട് നമ്മൾ റിലാക്സ് ആയി ടാനൊക്കെ അടിച്ച് പണ്ടാറങ്ങി ഗൈസ്. എന്നിട്ട് തിരിച്ച് പോണ വഴിക്കാണ് അടുത്ത യുജീൻ്റെ അടുത്ത മണ്ടത്തനം പരുന്തംപാറയിൽ പരുന്ത് കാണാൻ പോവാൻ ഗൈസ്. ഓക്കെ, എന്നാൽ നമ്മളും കരുതി പരുന്തംപാറയിൽ പരുന്ത് കണ്ടിട്ട് വരാം, കുറച്ച് വീഡിയോയും വ്ളോഗൊക്കെ എടുത്തിട്ട് വരാമെന്ന് കരുതി അവനങ്ങ് ഫോളോ ചെയ്ത് ഗൈസ്. ഫോളോ ചെയ്ത് പാതി എത്തിയപ്പോൾ അവനെ കാണാനില്ല. അവൻ ഏതോ കാട്ടുമുക്കി പോയി. നോക്കിയപ്പോൾ ഫ്രണ്ടിതാ അവൻ. അങ്ങനെ നമ്മൾ പരുന്തംപാറയിൽ വന്നു പരുന്തിനെ കാണാൻ വേണ്ടി ഗൈസ്. അങ്ങനെ നേരെ നമുക്ക് പരുന്തംപാറയിൽ കയറാം ഗൈസ്. അപ്പോഴാണ് ഞാൻ ഈ ഗ്ലാസ് കണ്ട ഗൈസ്. നോക്ക് ഗൈസ്, ഗ്ലാസ് കണ്ടാ ഞാൻ വിടില്ല, ഞാൻ എന്നെ എടുക്കും. അങ്ങനെ നമ്മൾ ജിത്തുചേട്ടൻ ടാനടിക്കാണ്ടിരിക്കാൻ കോടയൊക്കെയായിട്ടാണ്. എടാ എനിക്കെന്താടാ കോട, നീ ഒറ്റയ്ക്ക് എടുക്കണ്ടടാ, ഇന്ന് വാടാ. തന്നില്ല ഗൈസ്, അവൻ പോയി, ഞാൻ അവനെ വിട്ടില്ല. അങ്ങനെ നമ്മൾ പരുന്തംപാറയിലെ പരുന്തിനെ കാണാൻ വന്നിട്ട് പരന്ത് പോയിട്ട് ഒരു കാക്ക പോലും ഇല്ലായിരുന്നു ഗൈസ്. ഈ യുജിൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ്. നമ്മുടെ ജസ്ലിയാണ് ഫ്രണ്ടിൽ നിന്ന് പോകുന്നത്. നമ്മുടെ ജസ്ലിയും ആതിരയും അമീഷയും 3 പേരും വൈബാണ് ഗായ്സ്. പരുന്തിനെ കാണാൻ വന്നിട്ട് അവരും പ്ലിങ്കായിപ്പോയി. പരുന്ത് പോയിട്ടൊരു കാക്ക പോലും ഇല്ല. നോക്ക് ഗായ്സ്, അപ്പോഴാണ് ജിത്തുചേട്ടൻ നമുക്ക് കൊടയിട്ട് വന്നത്. ഉഫ്, ആശ്വാസമായി. ആ ഒരു കൊട കണ്ടപ്പോൾ എല്ലാവരും കൊടയിൽ വന്ന് കയറി ഗായ്സ്. എനിക്ക് നിൽക്കാൻ സ്ഥലം കിട്ടിയില്ല. ഈ ഷൊണ്ണകളെ കൊണ്ട് തോറ്റ്. അങ്ങനെ നമ്മളിങ്ങനെ നോക്കി നിൽക്കാണ് ഗായ്സ്. നിങ്ങളിനി കണ്ടോ, ഞാൻ കുറച്ചു നേരം ചുമ്മാ ഇരിക്കാം. ഇതാണ് അവിടുത്തെ വ്യൂ. മാറടാ, മാറിക്കടി അവിടുന്ന്. ഇതാണ് വ്യൂ. കണ്ടില്ല ഗൈസ്, നല്ല വ്യൂ അല്ല ഗൈസ്. പക്ഷെ പരന്തില്ല ഗൈസ്, പരന്തംപാറെന്ന് പറഞ്ഞു. നമ്മുടെ സെൽഫി എന്നെ കൊണ്ടടുപ്പിച്ച് ഗൈസ്. എനിക്ക് സെൽഫി എടുക്കാൻ ഇഷ്ടമില്ല ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പരന്തിനെ കാണാത്ത വിഷമത്തിൽ വീടെത്തി. ഇതിനു മുന്നേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഗൈസ്, പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല. നേരെ അമ്മയുടെ ബർത്ത്ഡേ ഇന്നായിരുന്നു. അപ്പം അമ്മയ്ക്കൊരു കേക്കൊക്കെ വാങ്ങി അമ്മയുടെ ബർത്ത്ഡേയും കൂടെ, അതായത് ജിത്തുചേട്ടൻ്റെ അമ്മയുടെ ബർത്ത്ഡേ കൂടെ നമ്മളൊന്ന് ആഘോഷിക്കാമെന്ന് പറഞ്ഞു വന്ന് ഗൈസ്. അങ്ങനെ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോഴാണ് അമീഷയുടെ ഒരു ക്യൂട്ട് എക്സ്പ്രഷൻ. അയ്യോ, ഒഴുകണ്. അങ്ങനെ ഇവരെയൊക്കെ കണ്ട് നമ്മളിതാ വീട്ടിൽ നടക്കുകയാണ് ഗൈസ്. ഇന്ന് രാത്രി എത്തുമെന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരമേ എത്തിയത് കണ്ടിട്ട് അമ്മ സർപ്രൈസായി ഗൈസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടിക്കടി എന്തടി നിനക്ക്, അടങ്ങിയിരിക്കരുത്. അയ്യോ, ഭഗവാനെ ചതിച്ച്. കണ്ട് ഗൈസ്, കണ്ട് നോക്കൂ, രണ്ടൊരു പൊരിഞ്ഞടി. നോക്കിക്കോ ഇവരെന്ത് തേങ്ങയാണിക്കണേ. അപ്പോഴാണ് സിദ്ധുവിൻ്റെ മുടി വെട്ടിക്കൊള്ളാക്കി ഗൈസ്. ഒരു ഹിമാലയം പർവ്വതം പോലെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുക. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് അമ്മയ്ക്ക് കേക്ക് കെട്ടാൻ കൊടുത്ത് അമ്മയുടെയും ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മയ്ക്ക് നാണം വന്ന് ഓടിക്കളത്തി ഗൈസ്. പക്ഷെ നമ്മൾ വിടൂല. അമ്മയെ പിടിച്ച് നിർത്തി അമ്മയെ കേക്ക് കട്ട് ചെയ്യിപ്പിക്കാൻ അച്ഛനെ വിളിച്ച് റൊമാൻറ്റിക് വരുന്നു ഗൈസ്. അമ്മയ്ക്ക് റൊമാൻറ്റിക്കായി ഗൈസ്. നോക്കുക ഗൈസ്, അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാണ് ഗൈസ്. എടുക്കെടുക്കെടുക്ക്. അങ്ങനെ തന്നെ ആദ്യം സിദ്ധുമണിക്ക് കൊടുത്തു ഗൈസ്. സിദ്ധുമണി അത് കഴിഞ്ഞ് അമ്മയുടെ പൊന്നുമണിക്കും കൊടുത്തു. കുത്തിക്കേച്ച് വെച്ച് കൊടുത്തു ഗൈസ്. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിയാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം കൂട്ടത്തിലെ മെയിൻ ഷോട്ട് വെച്ച് പോവാണ് ഗൈസ്. ടാറ്റാ, കാണാട്ടാ, അടുത്ത ട്രിപ്പിൽ കാണാം. അപ്പോൾ ഇതുപോലെ വ്ലോഗ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക.